ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. പോർട്രേറ്റ് ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ് ബുക്കിൽ എങ്ങനെ ചെയ്യാം ഉള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം പെയിൻറ്റ് മെയിനായിട്ട് നമ്മുടെ ആക്രിലിക്കോ അല്ലെങ്കിൽ വാട്ടർ കളർ ഏതും ആയിക്കോട്ടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇപ്പം അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നമ്മൾ വാങ്ങിക്കുക. നമുക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെ അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിലും ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഓൾറെഡി ഒരു പെൻസിൽ സ്കെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പം കളർ കൊടുക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എടുക്കേണ്ട ഏതൊക്കെ കളേഴ്സാണെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വൈറ്റാണ്. ഇത് ക്യാമൽ ആർട്ടിസ്റ്റ് ആക്രിലിക് കളർ ആണ്. 20 ml ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമ്പർ വന്നിട്ട് 423. അതുപോലെ തന്നെ യെല്ലോ എന്ന് പറയുമ്പോൾ അത് പല യെല്ലോ ഉണ്ട്. ഇത് ലെമൺ യെല്ലോ ആണ്. നമ്മൾ തനി യെല്ലോ 236 നമ്പർ. അതുപോലെ തന്നെ സ്കാർലറ്റിലേക്കും വേണം, ക്രിംസണിലേക്കും വേണം. സ്കാർലറ്റിലേക്ക് നമുക്ക് ഓൾറെഡി അറിയാം, റെഡ് കളർ തന്നെ നമ്മുടെ ഈ സിന്ദൂരത്തിൻ്റെ അതേ കളർ തന്നെയാണ്. നമ്പർ വന്നിട്ട് 394. അതുപോലെ തന്നെ പിങ്കിഷ് കളറ്, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്ക് കളർ വരുന്നത് 063. ഓറഞ്ച് പെർമനൻറ്റ് യെല്ലോ ഡീപ്പ്, ഓറഞ്ചിന് പെർമനൻറ്റ് യെല്ലോ ഡീപ്പ്. നമ്പർ വന്നിട്ട് 337. ബ്ലാക്ക് ബ്രൗൺ വേണം, ബേൺഡ് സീനിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്, 031 നമ്പർ. അതുപോലെ തന്നെ വേറൊരു 2 കളറും കൂടെ വേണം. ഒന്ന് യെല്ലോ ഓക്കർ 492. അന്ന് വേറൊരെണ്ണം ബ്ലൂ 2 വരുന്നുണ്ട്. ബ്ലൂ ഹ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ പേർഷ്യൻ ബ്ലൂവും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ എടുക്കുന്ന എമൗണ്ട് സൂക്ഷിച്ച് എടുക്കണം. ഇതാകുമ്പം കുറച്ച് എമൗണ്ട് എടുക്കാം, അല്ലെങ്കിൽ കൂട്ടിയേ എടുക്കാൻ പറ്റും. അതേസമയം പേർഷ്യൻ ബ്ലൂ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ചായിരിക്കണം വൈറ്റ് കളറും നമ്മൾ യൂസ് ചെയ്യേണ്ടതും. സ്കിൻ ടോൺ ഡിസൈഡ് ചെയ്യും. മെയിനായിട്ട് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബ്ലാക്ക് വേണം, എല്ലാം വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം, അതായത് ഫേസിലെ ഐസിൻ്റെ ഈ ഭാഗവും ഈ ഷെയ്ഡിങ്ങും വരുന്നത്, അതുപോലെ തന്നെ ഐബ്രോസ്, പിന്നെ ഹെയറിൻ്റെ സെക്ഷൻ വരുന്നത് ഒക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ചെയ്യേണ്ടത് ഈ ഒരു കളറാണ്. അതായത് ബ്ലൂ കളർ, പേർഷ്യൻ ബ്ലൂ ആണെങ്കിലും മറ്റേ ബ്ലൂ ആണെങ്കിലും ഈ 2 എണ്ണവും ഒരുപോലെ ഈക്വലായിട്ട് വേണ്ടിയതാണ്. ഏറ്റവും കൂടുതൽ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ബ്ലൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. പിന്നുള്ളത് ഗ്രീനാണ്. ഒട്ടുമിക്ക ഇപ്പം ടോട്ടലി നമുക്ക് എത്ര കളർ വേണമെന്ന് വെച്ചാൽ പറയാം, 9 കളർ വേണം. 9 കളർ വെച്ചാണ് നമ്മളൊരു ഫേസിൻ്റെ സ്കിൻ ടോൺ, ഫേസ് ആയിക്കോട്ടെ ഹാൻഡ് ആയിക്കോട്ടെ എല്ലാം ആരുടെ ആണെങ്കിലും സ്കിൻ ടോൺ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പതിയെ ചെയ്ത് പഠിക്കാം. വൈറ്റാണ് കൂടുതലും. ഇപ്പം ഈ എൻ്റെ ഫേസ് കാണുമ്പോൾ ഇവിടെ ഒരു വൈറ്റിഷ് കളർ വരുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ വൈറ്റ് ചെറുതായിട്ട് ഡോട്ട് തൊട്ട് കൊടുക്കുക, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ ഒത്തിരി ഇത് എടുക്കരുത്. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഏറ്റവും ക്ഷമയോടെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു സെക്ഷനാണ് ഈ നമ്മൾ സ്കിൻ ടോൺ കളർ എടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്നതും. അപ്പം ഓരോ ബ്രഷിനും ഓരോ യൂസാണുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാണിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇവിടെയുണ്ട്. ഇതിൻ്റെ ചെറുതാണ് ഇത്. ഇപ്പം ബ്ലെൻഡ് ചെയ്യാൻ കൂടുതലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു കളർ, ഈ ഒരു
ഐറ്റമാണ് ഈ ഒരു ബ്രഷാണ് ബ്ലെൻഡ് ചെയ്യാൻ. നമുക്ക് കളറ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക ഈ ബ്രഷ് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രഷ് വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോസിൻ്റെ ഈ ഭാഗമൊക്കെ ബ്ലെൻഡ് ചെയ്യാനാണെങ്കിലും ഈ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഷാർപ്പായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗം വരുമ്പം ചെറിയൊരു ഡാർക്ക്നെസ് വരും. ഇവിടെ ഒരു വൈറ്റിഷ് ഇത് കൊടുക്കാനൊക്കെ ആണെങ്കിലും ചെറിയൊരു ഷാർപ്പായിട്ടുള്ളൊരു സ്കെയിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ബ്രഷാണിത്. ഇത് ബാക്ക്ഗ്രൗണ്ടിന് പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷാണിത്. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി, നമ്മൾ ആക്രിലിക് പെയിൻറ്റ് എന്ന കടയിൽ പോയി പറയുമ്പോൾ അല്ലെങ്കിൽ ഫാബ്രിക് കളർ ക്ലാസിക് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ബോക്സ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ കളർ നോക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കയിലും കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഷെയ്ഡ്. ഇത് സ്കിൻ ടോണിൻ്റെ ഷെയ്ഡാണ്. പക്ഷേ ഇത് ഫസ്റ്റ് അടിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് പതിയെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ താളം തെറ്റിപ്പോവും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫ്ലഷ് ടിൻറ്റ് 132 അതാണ് നമ്പർ ഇതിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇതിനകത്ത് ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസ് ഏതാണെങ്കിലും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.